ഹലോ ഗൈസ്, ഭർത്താക്കന്മാരുടെ ഈഗോനെ ടച്ച് ചെയ്ത് കളിക്കരുതെന്ന് പറയുന്നത് ശരിയാണല്ലേ? അതെ ഗൈസ്, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഈഗോനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു. വേറൊന്നല്ല, കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമായി. കല്യാണം കഴിഞ്ഞവോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ടാറ്റു ചെയ്യണം. 4 മാസമായിട്ടും എന്താ ടാറ്റു അടിക്കാത്തെന്ന് വെറുതെ ഒന്ന് ഇളക്കി വിട്ടതാ. പുള്ളിക്കാരൻ ഒറ്റ മൈൻഡിൽ എന്നെയും കൂട്ടി നേരെ വടകരയ്ക്ക് വന്നു. പക്ഷേ ടാറ്റു സെൻറ്റർ തുറന്നിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. എന്നിട്ടും തുറക്കാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിച്ചു. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായ എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് എന്നെയും കൂട്ടി നേരെ ഹോട്ടലിലേക്ക് വന്നു. സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ചത് പൊറോട്ടയും ബീഫാണ്. എൻ്റെ ഭർത്താവ് കഴിച്ചത് പൊറോട്ടയും പൊരിച്ച മീനും. അതെടുക്കാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് കുറച്ച് സമയം അതിൻ്റെ മുന്നിൽ നിന്നു. അവിടെയുള്ള ചേട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, അവർ വേഗം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ചേട്ടൻ വന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെയാണ് കേട്ടോ ഞാൻ ടാറ്റു ചെയ്യുന്ന സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് എന്നെ പിരികേറ്റി വിട്ടത്. എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും പെയിന് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ചേട്ടനായിക്കോട്ടെ ഓരോന്ന് എടുത്ത് കാണിക്കുമ്പോൾ എനിക്ക് ടെൻഷനൊക്കെ കൂടി. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ടാട്ടോ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തത്. അങ്ങനെ ടാറ്റു അടിക്കാൻ തുടങ്ങി ഗൈസ്. ചെറുതല്ല, ഒരു പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടാറ്റു കഴിഞ്ഞു ഗൈസ്. എൻ്റെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ പേരാണ് ഞാൻ അടിച്ചത്, സഞ്ജു. അത് കണ്ടിട്ട് ഒരു റിയാക്ഷൻ ഇല്ലാണ്ട് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടാറ്റു അടിച്ചത് ഞങ്ങളുടെ മാരേജ് ഇയറാണ്. ആ നോട്ടം കണ്ടോ ഗൈസ്, ഇതൊന്നും വലിയ ഇതല്ല എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ എൻ്റെ ഫൈനൽ ലുക്കാണിത്. അവിടെ അടിച്ചു, ഇവിടെ അടിച്ചു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പമ്പിൽ വന്ന് ഞങ്ങൾ വണ്ടിക്ക് പെട്രോൾ അടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ എത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.